നല്ലൊരു ലവ് സ്റ്റോറിയാണ്, നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്. ഇമോഷൻസ് ഉണ്ട്, നല്ല റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. തമിഴ് അത് കന്യാകുമാരിയിലായിരുന്നു എൻ്റെ ഷൂട്ട്. അതായത് തമിഴ് പശ്ചാത്തലത്തിൽ മലയാളം ആ ഒരു ബോർഡറിലുള്ളൊരു കഥയാണത്. ഷൂട്ട് ചെയ്തിരിക്കുന്നത് കന്യാകുമാരിയിലും അബുദാബിയിലായിട്ടാണ്. ഒരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മൂവിയാണ്. ഒരു ആശുപത്രി സംഭവം അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു മൂവിയാണ്. അതിൻ്റെ ആശയങ്ങളെല്ലാം നിങ്ങൾ സിനിമ വന്ന് കാണുക. തുടക്കം മുതൽ അവസാനം വരെ അതിനെയും കൂടെ സംബന്ധമായിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങളറിയില്ല നിങ്ങളെങ്ങനെയാണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ ഞാനിതിൽ ചെറിയ റോളും അഭിനയിക്കുന്നുണ്ട്. അത് ഞാൻ ഡയറക്ടർ എന്നുള്ള പോസ്റ്റിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ എല്ലാം അനുഭവ സംബന്ധമായ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതത്തിലെ അനുഭവങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ടായ കാര്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പ്രണയം കഴിഞ്ഞിട്ടുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോഴായിരിക്കും. അത് മാത്രമല്ല, ചിലർ നമുക്ക് പ്രണയം വന്നു നമുക്കിനി കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതും ചിലർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചില കോമഡി വർക്കൗട്ടായിട്ടുണ്ട്, പലയിടത്തും കോമഡി ഉണ്ട്, അതൊക്കെ കുറേ പേരും ചിരിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഊഹിച്ച് മനസ്സിലാക്കി വേണം ലാസ്റ്റിൽ എൻഡിൽ എത്തേണ്ടത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ഓണത്തിന് എൻ്റെ സിനിമ കണ്ട് ഞങ്ങളെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം, വിജയിപ്പിക്കണം. അഴലേകിയാളും കാതൽ 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 ആലി ആലി മുത്തം മുത്തി അളികം. ഇതാണ് ആ പാട്ട്, ആലി എന്നുള്ളത്. പിന്നെ മറ്റൊരു പാട്ടുമുണ്ട്, നിന്നരികിൽ നിന്ന് തുടങ്ങുന്ന പാട്ടും പാടിയിട്ടുണ്ട്. ആലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആലിയെ. ആലിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യാൻ പറ്റി, അതും ഒരു വളരെ നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. പക്ഷെ ഞാനല്ലല്ലോ ഇതൊന്നും പറയേണ്ടത്. ഹായ്, അപ്പോൾ ആലി പടം കണ്ടു കഴിഞ്ഞ് ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഐ എം റിയലി ഹാപ്പി എന്ന് പറയാനുള്ള ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് ഒരു ലേഡി ഡയറക്ടർ വന്നിട്ടാണ് ഈ ഒരു മൂവി എടുത്തിരിക്കുന്നത്. അപ്പം ഞാനും ഒരു ഗേളാണ്. അപ്പം ഒരു മലയാളം ഇൻഡസ്ട്രിയെ നോക്കുകയാണെങ്കിൽ ലേഡീസായിട്ടുള്ള ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ്. ഒരു പ്രണയിക്കാത്തവരാരും തന്നെ ഈ ലോകത്തുണ്ടെന്ന് തോന്നുന്നില്ല. പ്രണയം ഉണ്ടല്ലോ അല്ലേ? ഞാൻ എല്ലാവരോടും ചോദിച്ചു, പ്രണയിക്കുന്നുണ്ടോ? ആർ യു ഇൻ ലവ്? യെസ്. അപ്പോൾ പ്രണയിക്കാത്തവരാരും തന്നെ ഇല്ല. പക്ഷേ പ്രണയിക്കുമ്പോൾ അവിടെ തേർഡ് പാർട്ടീസ് വരും അല്ലേ? തേർഡ് പാർട്ടീസ് എന്ന് പറയുന്ന ആരായിരിക്കാം? സുഹൃത്തുക്കളായിരിക്കാം, നമ്മളോട് സുഹൃത്തുക്കളാണെന്ന് അഭിനയിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ ഫാമിലിയിലുള്ളവർ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ ഒരു പ്രണയത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ സ്റ്റോറി പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം, തിയേറ്ററിൽ വന്നിട്ട് തന്നെ. പിന്നെ ആലി എന്ന് പറയുന്ന സിനിമ നമുക്ക് എന്താ പറയുക, ഒരു 8 പാട്ടുകളുണ്ട്, നല്ല വെറൈറ്റി പാട്ടുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പാട്ടുകളാണ് ഈ ആലി എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത്. അതുപോലെ തന്നെ പ്രണയം, കോളേജ് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി പ്രണയമാണ്. ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ പ്രത്യേകത. ആ ക്ലൈമാക്സ് ഇത് പടം കണ്ടിട്ട് തന്നെ അഭിപ്രായം പറയണം. എന്തായാലും എനിക്ക് കിട്ടിയ അവസരങ്ങൾ വളരെയധികം എന്താ പറയുക, നല്ല രീതിയിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു സിനിമ കണ്ട് ഈ ഒരു ചെറിയ സിനിമ വിജയിപ്പിച്ച് തരണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ഒക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ കാണാം. അതേപോലത്തെ ഒരു ഫീലിംഗ് ഉള്ള ഒരുപാട് നല്ല നല്ല സോങ്സുകളുള്ളൊരു സിനിമയാണ്. പ്രണയവും അതിൻ്റെ പിന്നെ വിഷ്വൽസും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണാൻ പ്രോത്സാഹിപ്പിക്കാം. താങ്ക് യു. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഓണത്തിന് വലിയ വമ്പൻ പടങ്ങൾ ഇറങ്ങുന്നതിനോടൊപ്പം ഒരു മടിയും കൂടാതെ ആലി എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് അതൊരു ചങ്കൂറ്റം തന്നെയാണ്. കാരണം വലിയ ബഡ്ജറ്റിലുള്ള പടമോ വലിയ ആർട്ടിസ്റ്റുകളോ ഒന്നും നമ്മളെ സംബന്ധിച്ച് ഇല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷേ ഇതിനകത്ത് മുൻനിര ആർട്ടിസ്റ്റുകൾ കുറേ ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുതുമുഖങ്ങൾ കുറേ പേരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് കുറേ ഉണ്ട്. പക്ഷേ നമ്മുടെ ബലം, ഈ സിനിമയുടെ ആലി എന്ന് പറയുന്ന സിനിമയുടെ ബലം
കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കഥ, തിരക്കഥ എല്ലാം എഴുതിയിരിക്കുന്ന ഡോക്ടർ കൃഷ്ണ പ്രിയദർശനാണ്. വളരെ സ്റ്റഡി ചെയ്ത് എഴുതിയിരിക്കുന്ന റൊമാൻറ്റിക് ഫാമിലി കോമഡി എൻ്റർടൈനർ ആ ജോണറിലാണ്. ഈ ഓണത്തിന് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു നല്ല പ്രണയകഥ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിച്ചു. ഒരു ട്വിസ്റ്റുള്ള പ്രണയകഥയാണ്. സാധാരണഗതിയിൽ ഒരു ലവ് സ്റ്റോറിയിൽ ഒരു നായകനും ഒരു നായികയും പിന്നെ ഒരു വില്ലനുമായിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു നായികയോടൊപ്പം 2-3 നായകന്മാരും ഇതിലേക്കുള്ള ആ ഒരു ലവിൻ്റെ ആകർഷണതയും, ഇത് ട്രൂ ലവ് ഉള്ള വ്യക്തിക്ക് ഈ ആളിനെ കിട്ടുമോ കിട്ടൂലയോ, അതോ മറ്റേ ട്രൂ ലവ് ഉള്ള ആളിനാണോ ഇത് കിട്ടുന്നത്, ഇതിൽ ഒരു ട്രൂ ലവ് ഉള്ള ഒരാളിന് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ തൻ്റെ പ്രണയത്തിൻ്റെ സാഫല്യം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അതുവഴിക്ക് താൻ പ്രണയിക്കുന്ന ആളിന് ഒരു തരത്തിലുള്ള നഷ്ടം ഉണ്ടാവാതിരിക്കാൻ ഈ പ്രണയിതാവ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് അത് ഞെട്ടിക്കുന്ന സാധനമാണ്. ഇതിൽ ഞാൻ എന്ത് വാക്ക് പുറത്ത് പറഞ്ഞാലും ഇതിൻ്റെ സസ്പെൻസുകൾ പുറത്തു പോകും. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇനി എൻ്റെ ലൈഫെന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് വേറെ ജോലിയൊന്നും അറിഞ്ഞുകൂടാ. അധ്യാപക ജോലി കളഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ ജോലി അഭിനയം തന്നെയാണ്. കാരണം 54 സർട്ടിഫിക്കറ്റ് ഉണ്ട് പണ്ട് കോളേജിൽ പഠിക്കുമ്പം നാടകമായി മോണാക്കി. പക്ഷേ എന്നെയൊക്കെ കണ്ടെത്താനോ പ്രോത്സാഹിപ്പിക്കാനോ വേഷങ്ങൾ തരാനോ ഒരു ഗോഡ് ഫാദർമാരും ഉണ്ടായിരുന്നില്ല. ദൈവാനുഗ്രഹവും പിന്നെ കുറേ നന്മയുള്ള മനുഷ്യരുടെയും സപ്പോർട്ടായിരുന്നു. അങ്ങനെ മാടുപോലെ പണി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ ഇവിടം വരെ എത്തി. പക്ഷേ കൂടെ നിൽക്കുന്നവരെയും അവസരങ്ങൾ തരുന്നവരെയും ഒന്നും ഞാൻ ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല, ദ്രോഹിക്കാറില്ല. മാക്സിമം സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് വരെയും പ്രൊമോഷൻ ഞാൻ ഒരു PR വർക്ക് പോലെ തന്നെ ചെയ്ത് അത് വിജയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നെക്കുറിച്ച് ആരും പറയാൻ വരാത്തതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് തള്ളലൊന്നുമല്ല, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ആൾക്കാരെ വീണ്ടും അവസരങ്ങൾ തരിക, ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തുക. ചതിക്കാത്ത ചന്തുവിനെ പോലെ കൂടെ നിൽക്കും. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.